നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകം. തിരുവനന്തപുരം വഴുതക്കാട്ടെ ഹോട്ടലുടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ആക്രമിച്ച ശേഷം കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളായ അടിമലത്തുറ സ്വദേശി രാജേഷ്, നേപ്പാൾ സ്വദേശി ഡേവിഡ് എന്നിവർ മൊഴി നൽകിയത്. മദ്യലഹരിയിലായിരുന്ന ഡേവിഡും സുരേഷും രാജേഷും ആദ്യം ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. ഇടപ്പഴിഞ്ഞിലെ വീട്ടിലാണ് ജസ്റ്റിൻ രാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തോട് സമീപമുള്ള വീട്ടിൽ നടത്തിയ കൊലപാതകം, അതിനുശേഷമാണ് ഈ കൊലയാളികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ ജസ്റ്റിൻ രാജിന്റെ ഹോട്ടലിലെ മുൻ ജീവനക്കാരാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. ഇത് പെട്ടെന്നുള്ളൊരു പ്രകോപനമായിരുന്നോ അതോ കരുതിക്കൂട്ടി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ഏറ്റവും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് നഗരമധ്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു പ്രദേശം. വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിനോട് ചേർന്നുള്ള ഈശ്വരവിലാസം ഒരു VIP ഏരിയ കൂടിയാണത്. അവിടെയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു കൊലപാതകം നടന്നത്. അത് ഇന്നലെ രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ ജസ്റ്റിൻ രാജ്, അദ്ദേഹം CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി, MLA, പാറശാല MLA ഒക്കെ ആയിരുന്ന M സത്യനേശൻ്റെ മകളുടെ ഭർത്താവാണ്. അദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ രംഗത്തും അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട്. കോട്ടൺ സ്കൂളിന് എതിർവശത്ത് ഒരു കേരള കഫേ എന്ന ഹോട്ടൽ നടത്തിപ്പിലും അദ്ദേഹം പങ്കാളിയാണ്. ആ ഹോട്ടലിൽ 8 ജീവനക്കാരാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായി ഉണ്ടായിരുന്നത്. അവിടെ ഒരു മലയാളിയും ഉണ്ടായിരുന്നത്. പിന്നീടാണ് പോലീസ് ലഭിക്കുന്നത്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സ്റ്റാൻലി, ജസ്റ്റിൻ രാജിൻ്റെ സുഹൃത്ത് സ്റ്റാൻലി അദ്ദേഹത്തോടൊപ്പം ഒരു സ്ഥലം കാണാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ പോകാനെത്തുമ്പോൾ ഈ ജസ്റ്റിൻ രാജ് പറഞ്ഞത്, എൻ്റെ സ്റ്റാഫുകളെ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോകണം, അതിന് വാഹനം വേണം, സ്കൂട്ടറാണ്. സ്കൂട്ടർ വാങ്ങി അദ്ദേഹം അവിടേക്ക് പോയി. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ പറ്റി വിവരവും സ്റ്റാൻലിക്ക് ലഭിക്കുന്നില്ല. സ്റ്റാൻലി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ലഭിച്ചില്ല. അങ്ങനെ ഉച്ചയോടുകൂടി 1:30 മണിയോടുകൂടി ഈ വാഹനവും കാണാതെ പോയിരിക്കുന്നു. ജസ്റ്റിൻ രാജിനെ കാണാനില്ല. ആ വിവരം മ്യൂസിയം പോലീസ് അദ്ദേഹം പരാതിയായിട്ട് നൽകുന്നു. പോലീസ് പരാതി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. പോലീസും ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. ഒടുവിൽ സ്റ്റാൻലിയും മറ്റു സുഹൃത്തും ചേർന്ന ഈ വീട്ടിലേക്കും, ഈ വാടകയ്ക്ക് തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലേക്കും എത്തുകയായിരുന്നു. അവിടെ വരുമ്പോഴാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ജോലി കഴിഞ്ഞ് അവിടെ എത്തിയതേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് സഹായത്തോടു കൂടിയാണ് ഈ വീട്ടിനുള്ളിൽ പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന് ലഭിച്ച വിവരം, പോലീസ് ഇന്നലെ രാത്രി തന്നെ പ്രതികളിലേക്ക് എത്തിയതും തികച്ചും യാദൃച്ഛികമായിരുന്നു. ഈ ഒരു ഡേവിഡ് എന്ന നേപ്പാൾ സ്വദേശിയുടെ ഫോൺ നമ്പർ ലഭിച്ചു. അയാൾ അവിടെ നിന്ന് മിസ്സിംഗ് ആണെന്ന് പോലീസിന് ആദ്യമേ വിവരം ലഭിച്ചിരുന്നു. ഇവിടെ ഉണ്ട് മറ്റു തൊഴിലാളികളെ കട പൂട്ടി, എല്ലാ തൊഴിലാളികളെയും ഹോട്ടൽ പൂട്ടി എല്ലാ തൊഴിലാളികളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഡേവിഡ് മിസ്സിംഗ് ആണെന്ന് വിവരം ലഭിച്ചത്. ഡേവിഡിൻ്റെ ഫോൺ വിശദാംശങ്ങൾ, ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു. അപ്പോഴാണ് ഒരു നമ്പറിലേക്ക് തുടർച്ചയായി ഡേവിഡ് വിളിച്ചിരുന്നത്. രാജേഷ് എന്ന ഒരാളുടെ നമ്പറാണ്. അപ്പോഴാണ് തൊഴിലാളികൾ പറഞ്ഞത് രാജേഷും അവിടുത്തെ ഒരു ജീവനക്കാരനാണ്. അങ്ങനെ രാജേഷ് അടിമലത്തുറ സ്വദേശിയാണ്. സ്വാഭാവികമായും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെങ്കിൽ അയാളോട് രക്ഷപ്പെട്ടിരിക്കാം. എങ്കിലും അയാളുടെ അഡ്രസ്സ് തിരിച്ചറിയാൻ, ട്രേസ് ചെയ്യാൻ പറഞ്ഞ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിഴിഞ്ഞം പോലീസിന് വിവരം കൈമാറി. വിഴിഞ്ഞം പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തുമ്പോഴാണ് ഈ രണ്ടുപേരും ഈ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ള ഡേവിഡും അതുപോലെ തന്നെ അടിമലത്തുറ സ്വദേശി രാജേഷും അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു. പോലീസിനെ ആക്രമിച്ചു. ഉദ്യോഗസ്ഥന്റെ SIയുടെ നമ്പർ പ്ലേറ്റ്. തീർച്ചയായും അതാണ് അല്പം കൂടി ഗൗരവമുള്ള വിഷയമായിരുന്നു. കാരണം പോലീസ് പിടികൂടാനെത്തിയപ്പോൾ പോലീസുകാരെ ആക്രമിക്കുന്നു, 4 പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു. പിന്നീട് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് ഇവർ സഹകരിച്ചില്ല. കാരണം മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിനോട് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മദ്യലഹരിയിൽ നടത്തിയ കൊലപാതകമായിരുന്നോ അതോ ഈ കൊലയ്ക്ക് ശേഷം, കൃത്യം നടത്തിയ ശേഷം ഇവർ മദ്യപിക്കുകയായിരുന്നോ? കൊലപാതക സമയത്ത് അവർ മദ്യപിച്ചിരുന്ന തെളിവൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് അവരെ കാര്യമായി പോലീസ് ചോദ്യം ചെയ്യാൻ സാധിച്ചത് തന്നെ. ടോം സൂചിപ്പിച്ച ഒരു കടുത്ത മദ്യലഹരിയിൽ തന്നെയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ചെയ്യുന്ന ഒരു വിവരവും അവർക്ക് തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ കാരണം. ആദ്യം തന്നെ തൊഴിലാളികൾ നിന്ന് ലഭിച്ച ആ വിവരം, ഇവർ ഇന്നലെ രണ്ടുപേരും ജോലിക്ക് ഹാജരായില്ല, നിരന്തരം അങ്ങനെ മാറി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ അദ്ദേഹം അന്വേഷിച്ചവരെ ഈ വീട്ടിലേക്ക് പോയത്. അദ്ദേഹം തന്നെ വാടക കൊടുത്ത് എടുത്ത ഒരു വീടാണ്.
ഒരാഴ്ച മുമ്പ് മാത്രമേ വാടകയ്ക്കെടുത്ത വീടാണ്. അവിടെ ഇവരെ അന്വേഷിച്ച് പോകുമ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു, രണ്ടുപേരും ജോലിക്ക് ഹാജരാകുന്നുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടുന്നു എന്ന് ഈ ജസ്റ്റിൻ രാജ് അവിടെ വെച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു ദേഷ്യത്തിൽ രാജേഷാണ് ആദ്യം ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. രാജേഷിൻ്റെ മർദ്ദനത്തിൽ ഈ ജസ്റ്റിൻ രാജ് താഴെ വീഴുന്നു. അവിടെ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഇവർക്ക് പോലീസ് നൽകിയ മൊഴി. നേരത്തെയും ഒരുപക്ഷെ ഇവർക്ക് അദ്ദേഹത്തെ വൈരാഗ്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇതിൻ്റെ പെട്ടെന്നുള്ള പ്രകോപനം തന്നെയാണ് ഈ കൊലപാതകം നയിച്ചതെന്ന വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും കസ്റ്റഡി വാങ്ങിയേക്കും പോലീസ്. തെളിവെടുപ്പും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്കുമൊക്കെ കടക്കുക. ഏതായാലും മറ്റു ജീവനക്കാരുമായൊക്കെ പോലീസ് സംസാരിക്കുമ്പോൾ തരത്തിലുള്ള അവർക്ക് പകയ തോന്നാവുന്ന സാഹചര്യമൊന്നും ജസ്റ്റിൻ രാജ് ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം പൊതുവെ ഒരു മിതഭാഷിയായ ആളാണ്. അദ്ദേഹം അത്രയധികം ആരോടും ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ലെന്നാണ് നാട്ടുകാരുമൊക്കെ പറയുന്നത്. തികച്ചും ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ജോലിക്ക് ഹാജരാകാത്തതിന് തീർച്ചയായും അങ്ങനെയെങ്കിൽ ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള കാരണം കൂടി പരിശോധിക്കേണ്ടതാണ്. എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കാരണമാണോ ജോലിയിൽ നിന്നും ഒഴിവാക്കിയത്? അതോടൊപ്പം അരുൺ, ഈ കൊലപാതകത്തിൽ ഈ രണ്ടു പേർക്ക് നിലവിൽ പിടിയിലായ ഡേവിഡിനും രാജേഷിനും മാത്രമാണ് കേസിൽ പങ്കുള്ളത്? കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? ആ ഒരു തലങ്ങളിലേക്ക്, അതായത് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്താനുള്ള ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഹോട്ടലാണ്. സ്വാഭാവികമായും കൃത്യമായി ആളുകൾ എത്തേണ്ട ഒരു തൊഴിൽ മേഖല കൂടിയാണ്. അവിടെ അവർ സ്ഥിരമായി വരാറില്ല. അതുതന്നെയാണ് അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയായി പോലീസ് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അവർ ജോലിക്ക് കൃത്യമായി എത്താത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. ആ പിരിച്ചുവിട്ട വിവരം പറയുമ്പോഴാണ് അവർ ഈ കൊല നടത്തുന്നത്. മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത്. കാരണം ഈ മൃതദേഹം കണ്ടെത്തുന്നത് തന്നെ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. പക്ഷേ അയാൾ അപ്പോഴവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഇതിൽ പങ്കില്ല. ഈ രണ്ടുപേർ തന്നെയാണ് കൊലപാതകത്തിൽ പിന്നെ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഒരു ചെറിയ വിഷയം ജോലിക്ക് പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ ആ ഒരു തർക്കം ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ആളാണ് ഈ രാജേഷ് എന്ന് ചില ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട്. പക്ഷേ അവരുടെ മറ്റ് പശ്ചാത്തലം കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴാകും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഏതായാലും നഗരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. അതും പട്ടാപ്പകൽ ഒരാളെ കൊല്ലുന്നു. ചുറ്റും വീടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇതിലവിടെ പോകുമ്പോൾ ചുറ്റും വീടുകളുള്ള ഒരു പ്രദേശം കൂടി ആണത്. ബൈക്ക് മാത്രം കടന്നു പോകുന്ന വഴിയാണ്. അഴീക്കോട് സ്വദേശിയായ പ്രസന്നകുമാർ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീടുമാണത്. അവിടെയാണ് ഇത്തരം ഒരു കൊലപാതകം നടന്നത്. ഈ പ്രതികൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആസൂത്രിതമായി ചെയ്ത എന്ന കാര്യമൊക്കെ പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വഴുതക്കാട്ടെ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിൻ്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകമെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന നൌഷാദിനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് നൌഷാദിനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ച ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ മാസമാണ് നീലഗിരിയിലെ വനത്തിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസം ഈ സംഭവം പുറത്തു വന്ന ശേഷം വിദേശത്തുണ്ടായിരുന്ന നൌഷാദ് പറഞ്ഞ കാര്യം ഹേമചന്ദ്രൻ സ്വമേധയാ മരിച്ചതാണ്, ആത്മഹത്യ ചെയ്തതാണ്, തങ്ങൾക്ക് ഇത് കൊലപാതകമല്ല, കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണം നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിവേഗത്തിൽ തന്നെ പോലീസിന് നൌഷാദിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രാഥമികമായി നൌഷാദിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇയാളിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം? കൊലപാതകത്തിൽ കൃത്യമായ പങ്ക് നൌഷാദിനുണ്ട് എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ആ പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് ഈ കൊലപാതകത്തിൽ കൃത്യമായ ഒരു പങ്ക് ഈ നൌഷാദിനുണ്ട് എന്നത് തന്നെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയും ചെയ്ത്. ഇയാൾ 2.5 മാസമായി സൗദിയിൽ കഴിയുകയായിരുന്നു. സൗദിയിൽ ടൂറിസ്റ്റ് വിസയിൽ സൗദിയിലേക്ക് പോയ ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആ കാലാവധി കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടുകളിലടക്കം പോലീസ് തെരച്ചിൽ നോട്ടീസ് ഇയാൾക്കെതിരെ നൽകുകയും ചെയ്തിരുന്നു. ആദ്യം ഈ സൗദിയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം അവിടെ നിന്നും നാട്ടിലേക്ക് വരണമെന്ന രീതിയിലാണ്
ഇയാൾ ആസൂത്രണം ചെയ്തത്. പക്ഷേ പിന്നീട് ഇയാൾ വിചാരിച്ചത് സൗദിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ ബംഗളൂരുവിൽ ഉദ്യോഗസ്ഥർ പിടികൂടുകയില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇയാൾ സൗദിയിൽ നിന്നും മസ്കറ്റിലേക്ക് പോവുകയും മസ്കറ്റിൽ നിന്ന് പിന്നീട് ബംഗളൂരുവിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. പക്ഷേ ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ ഇയാളെ തിരിച്ചറിയുകയും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് നിന്നുള്ള അന്വേഷണ സംഘം ഇന്നലെ രാത്രി തന്നെ ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് രാവിലെ പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. എന്തായാലും അവിടെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് റിമാൻഡ് ചെയ്യുന്നതിനുള്ളൊരു നീക്കം തന്നെയാണ് പോലീസ് ഉള്ളത്. നേരത്തെ പ്രതിയിലായ പിടികൾ കൃത്യമായ വിവരങ്ങൾ ഇയാളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത ഒരു 2-2.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ അവകാശപ്പെട്ടത് താനുമായി സാമ്പത്തികമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ വിളിച്ചുകൊണ്ട് പോവുക മാത്രമാണ് ചെയ്തത്. തങ്ങൾ ഒരു മുറിക്ക് ഉള്ളിൽ ആക്കിയ ശേഷം പുറത്തോട്ട് പോയി മടങ്ങിയെത്തുമ്പോൾ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഹേമേന്ദ്രനുള്ളത്. പിന്നീട് ആ മൃതദേഹം സംസ്കരിക്കുക അല്ലെങ്കിൽ കുഴിച്ചിടുന്ന ഒരു കാര്യം മാത്രമാണ് തങ്ങൾ ചെയ്ത്. മറ്റ് കൊലയിൽ അല്ലെങ്കിൽ ഇയാളെ വകവരുത്തിയതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന വിശദീകരണമാണ് നൗഷാദ് നൽകിയത് കേട്ടോ. തീർച്ചയായും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഏറെ നിർണായകമാണല്ലോ. അതിനകത്ത് എന്താണ് സൂചിപ്പിച്ചത്? ഇങ്ങനെ ഒരു തൂങ്ങി മരണം എന്നാണോ അതോ ക്രൂരമായിട്ടുള്ള ആക്രമണം ഇയാൾക്ക് നേരിട്ടിട്ടുണ്ടോ ഈ ഹേമചന്ദ്രന്? മാത്രമല്ല നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ പിടിയിലായ 3 പേർ, ഈ 3 പേർ നൽകിയ മൊഴിയും നൗഷാദാണ് കേസിലെ മുഖ്യപ്രതി. നൗഷാദിൻ്റെ പങ്ക് കൃത്യമായും പരിശോധിക്കണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന നൗഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം നടത്തിയത്. എന്തായാലും ആ കാര്യം പോലീസിന് എളുപ്പത്തിൽ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു. നൗഷാദിനെ പിടികൂടാൻ കഴിഞ്ഞു. ഇനി ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുകയാണ്. പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമോ? കാരണം നിലവിൽ 3 പേർ റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ കസ്റ്റഡിയിൽ വാങ്ങി നൗഷാദിനൊപ്പം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരിക്കുമോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? ടോം, നിലവിൽ ഈ നൗഷാദിന്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഈ നിഷ്കളങ്കനാണ് എന്ന രീതിയിലുള്ള പറച്ചിലുകളൊക്കെ പോലീസ് പൂർണ്ണമായും തള്ളുകയാണ്. കാരണം ഈ ഹേമേന്ദ്രന് കൃത്യമായ മർദ്ദനം ഏറ്റതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് മർദ്ദനമേറ്റും മറ്റൊന്ന് ശ്വാസം മുട്ടിയുമാണ് മരിച്ചിരിക്കുന്നത്. അതായത് ബലപ്രയോഗത്തിലൂടെ ബോധപൂർവമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. മറിച്ച് ഈ തൂങ്ങി മരിച്ച രീതിയിലുള്ള ലക്ഷണങ്ങളല്ല ശരീരത്തിൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രകടമായിരിക്കുന്നു. അപ്പം മറ്റ് ഈ സാക്ഷികളുടെ അല്ലെങ്കിൽ ഈ പ്രതികളുടെ തന്നെ മൊഴിയും ഇക്കാര്യം സാധൂകരിക്കുന്നതാണ്. എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യും. പിന്നീട് കസ്റ്റഡിയിലുള്ള മറ്റു പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ നൽകി അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വാങ്ങും. പിന്നീട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. ഇപ്പോൾ പിടിയിലായ പ്രതികൾക്കപ്പുറം 2 സ്ത്രീകൾക്ക് കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നൊരു വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ആ സ്ത്രീകളെ കൂടി ഒരുപക്ഷെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കം കാണുന്നു. കാരണം കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും ഹേമേന്ദ്രനെ വിളിച്ചിറക്കിയത് ഒരു സ്ത്രീയായിരുന്നു. അവരുമായി ഹേമേന്ദ്രന് സൗഹൃദമുണ്ടായിരുന്നു. ആ അടുപ്പം മുതലെടുത്ത് അവർ പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് ഈ നൗഷാദ് അടക്കമുള്ളവരുടെ കസ്റ്റഡിയിലേക്ക് നൽകുകയുമായിരുന്നു. അങ്ങനെയാണ് വയനാട്ടിലെ ഒരു വീട്ടിൽ അടച്ചിടുകയും അവിടെ വെച്ച് വലിയ ശാരീരിക പീഡനങ്ങൾക്ക് ഇയാളെ വശഗതനാക്കുകയും ചെയ്തത്. ഇതെല്ലാം ഈ സാമ്പത്തിക തർക്കത്തിൻ്റെ പേരിലായിരുന്നു. കാരണം ഹേമേന്ദ്രൻ ഈ നൗഷാദിനെ കുറിച്ച് പണം നൽകാനുണ്ടായിരുന്നു. ആ പണം ആവശ്യപ്പെട്ട് പലതവണ കോഴിക്കോടൊക്കെ എത്തിയെങ്കിലും ആ പണം മടക്കി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ പണം ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റു ചില ആളുകളിൽ നിന്നും ഹേമേന്ദ്രൻ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നും അന്വേഷണ സംഘത്തിന് തങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പണമിടപാടുമായി ബന്ധപ്പെട്ടവരിൽ ഒരാളാണ് നൗഷാദ്. മറ്റ് ആളുകൾക്കും ചിലർക്കും ഈ ഹേമേന്ദ്രൻ പണം കൊടുക്കാനുണ്ടായിരുന്നു. അവരെല്ലാം ഒരു സംയോജിതമായി ഒരു ആസൂത്രണം ചെയ്താണ് ഈ കൊലപാതകം നടത്തിയതെന്ന ഒരു സംശയവും പോലീസിനുണ്ട്. എന്തായാലും ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി അനീഷ്, അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ? അതോടൊപ്പം അനീഷ് നേരത്തെ സൂചിപ്പിച്ചു 2 സ്ത്രീകൾക്ക് ഈ കേസിൽ പങ്കുണ്ട്, അവരിലേക്ക് ഒരുപക്ഷെ അന്വേഷണം നീങ്ങുമെന്ന്. ഈ ഹേമചന്ദ്രനെ ഈ ഹോട്ടൽ ലോഡ്ജിൽ നിന്നും വിളിച്ചിറക്കി ഈ പ്രതികൾക്ക് കൈമാറിയത് പെൺസുഹൃത്തായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ പോലീസിനോട് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി ബ്ലാക്ക് മെയിൽ ചെയ്താണ്. അതായത് ഹേമചന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളെ അറിയിക്കുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് തുടർന്ന് ഹേമചന്ദ്രനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ
നിർബന്ധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാത്രമാണ് തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ്, അല്ലാണ്ട് കൊലപാതകത്തിൽ യാതൊരു പങ്കും തനിക്കില്ല എന്ന് ആ സ്ത്രീ പോലീസിന് മൊഴി നൽകിയതാണ്. ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ, അതോ ഈ സ്ത്രീക്കും ഈ പെൺസുഹൃത്തിനും ഹേമചന്ദ്രൻ്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ യുവതി അല്ലെങ്കിൽ സ്ത്രീ ഈ മൊഴി നൽകിയിട്ടില്ല. മറിച്ച് ഈ കൃത്യമായി അറിയാമായിരുന്നു ഇവർ തട്ടിക്കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പണം, ഒരുപാട് പണം ഈ ഹേമേന്ദ്രൻ്റെ കയ്യിൽ കുടുങ്ങിക്കിടക്കുന്നു. ആ പണം പലവട്ടം ചോദിച്ചിട്ടും മടക്കി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പണത്തിൻ്റെ ആവശ്യത്തിനായി കുറച്ച് സമയം കയ്യിൽ വേണം എന്നുള്ള ആവശ്യം ഉണ്ടായി. അതനുസരിച്ചാണ് താൻ ആ ലോഡ്ജിൽ നിന്നും ഹേമേന്ദ്രനെ ഈ പ്രതികളായ നൗഷാദിനും മറ്റു കൂട്ടാളികൾക്കും എത്തിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മറ്റ് സാമ്പത്തികമായ നേട്ടങ്ങളോ മറ്റെന്തെങ്കിലും ഇടപാടുകളോ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ നൗഷാദുമൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഒന്നിലധികം സ്ത്രീകളുമായി സൗഹൃദം ഹേമേന്ദ്രൻ ഉണ്ടായിരുന്നു. മറ്റൊരു സ്ത്രീയുമായും സമാനമായ രീതിയിൽ തന്നെ സൗഹൃദം ഉണ്ടായിരുന്നു. അവരും ചില രീതികളിൽ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ട്. എന്തായാലും ഈ നൗഷാദിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നൗഷാദിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകും. കാരണം ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് നൗഷാദിനാണ്. മറ്റുള്ളവർ നൗഷാദിനൊപ്പം ചേർന്ന് കൃത്യത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ നൗഷാദിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ ഈ ഇപ്പോൾ നിലവിൽ സംശയമുനയിലുള്ള സ്ത്രീയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഒപ്പം മറ്റൊരു സ്ത്രീക്കും ഈ കൃത്യത്തിൽ ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അക്കാര്യത്തെക്കുറിച്ചും പോലീസ് കൃത്യമായി ഒരു ആലോചന നടത്തും. എന്തായാലും കൃത്യമായൊരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു. കാരണം ദൃശ്യം മോഡൽ എന്നൊക്കെ പറയുമ്പോഴും ഈ ഹേമേന്ദ്രനെ കാണാതാവുന്നു, പിന്നീട് കൊല ചെയ്യുന്നു, കാട്ടിനുള്ളിൽ കുഴിച്ചിടുന്നു. ഇതിനുശേഷവും ഹേമേന്ദ്രന്റെ ഫോൺ ആക്റ്റീവായി നിലനിർത്തുന്നു. തീർച്ചയായും അനീഷ്, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നൗഷാദ്, അയാളുടെ ഭാഗത്തു നിന്ന് കൊലപാതകത്തിന് ശേഷം തന്ത്രപരമായ പല നീക്കങ്ങളും ഉണ്ടായി. കാരണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മൃതദേഹം വയനാട്ടിൽ നിന്നും കർണാടക വനമേഖലയുടെ സമീപത്തുള്ള വനമേഖലയിൽ കൊണ്ടുപോയി മൃതദേഹം കുഴിച്ചിടുന്നു. കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ്റെ ഫോൺ ഈ പ്രതികൾ തന്നെ തട്ടിയെടുക്കുന്നു. അതിനുശേഷം അവർ ഈ ഹേമചന്ദ്രൻ്റെ ബന്ധുക്കളുമായി, കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെ പല ഈ ദൃശ്യം മോഡൽ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ നീക്കങ്ങൾ ഈ കേസിലുണ്ടായതാണ്. ഈ നൗഷാദിന് കേസിൽ പങ്കുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ചില വിശദീകരണങ്ങളുണ്ട്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു രണ്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു. അങ്ങനെ കേസ് വഴിതിരിച്ചുവിടാനുള്ള പല നീക്കങ്ങളും ഇയാളുടെ നൗഷാദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അത്രയ്ക്കും ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു കുറ്റവാളി. ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതാണ് ഈ നൗഷാദിൻ്റെ. ഇതുപോലെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ മുൻപ് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ നൗഷാദ്? അങ്ങനെ ക്രിമിനൽ കേസുകൾ കാര്യമായി നൗഷാദിൻ്റെ പേരിലുണ്ട് എന്നതിനെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നില്ല. ഇവിടെയും ഈ തൻ്റെ പണം, ഈ ഹേമേന്ദ്രന് നൽകിയ പണം വാങ്ങിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു പ്രാഥമികമായി ഈ നൗഷാദിനുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് തട്ടിക്കൊണ്ടുപോവുകയും തടവിൽ പാർപ്പിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനിടയിലുണ്ടായ സംഘർഷം, അല്ലെങ്കിൽ അതിനിടയിൽ ഈ ഹേമേന്ദ്രനെ വളരെയധികം മർദ്ദിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം പണം ലഭിക്കാൻ ഈ തട്ടിക്കൊണ്ടുപോയി മർദ്ദനമല്ലാതെ മറ്റു വഴികളില്ല എന്ന രീതി മാത്രം, അല്ലെങ്കിൽ ആ ഒരു രീതി തെരഞ്ഞെടുത്താണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് കൊണ്ടുപോയത്. ഒപ്പം അതിനു മുമ്പായി എങ്ങനെ സമർത്ഥമായി ഈ ഹേമേന്ദ്രനെ കെണിയിലാക്കാം എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ ധാരണ ഈ നൗഷാദിനുണ്ട്. കാരണം എവിടേക്കാണ് സാധാരണ ഹേമേന്ദ്രൻ പോകാറ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ആഴ്ചകളോളം മാറി നിന്നാൽ പോലും ഹേമചന്ദ്രനെ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു അന്വേഷണം കുടുംബത്തിൻ്റെ ഭാഗത്തും നിന്നും ഉണ്ടാവില്ല എന്ന് കൃത്യമായി നൗഷാദിന് അറിയാമായിരുന്നു. കാരണം ഭാര്യയുമായി ഒക്കെ അത്ര രസച്ചേർച്ച ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. ഒപ്പം ഈ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം മറ്റിടങ്ങളിലേക്കൊക്കെ പോയി നിൽക്കുന്ന ആളുകൾ, ഈ രണ്ട് സ്ത്രീകളുമായുള്ള സൗഹൃദമുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ അടുത്ത് പോയി നിൽക്കുന്ന
ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത രീതിയാണ് ഹേമേന്ദ്രൻ പുലർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഹേമേന്ദ്രൻ എവിടെയൊക്കെ പോകുന്നു, ആരൊക്കെ ഇടപെടുന്നു, ഏത് ഭാഗങ്ങളിൽ താമസിക്കുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായൊരു വിലയിരുത്തൽ നടത്തിയ ശേഷമാണ് തട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ ഹേമേന്ദ്രൻ്റെ വനിതാ സുഹൃത്തിനെ ഇതിനായി തിരഞ്ഞെടുക്കുകയും അവരെ കൊണ്ട് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ നൗഷാദ് നടത്തിയിട്ടുണ്ട്. കൃത്യമായി ഹേമേന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞുള്ള ഒരു നടപടിക്രമവും ഉണ്ടായി. പക്ഷേ പണം തിരിച്ചു പിടിക്കാൻ മാത്രം കഴിഞ്ഞില്ല. മറ്റുള്ള ഈ നൗഷാദുമായി കൂട്ടുചേർന്ന് കൃത്യം ആസൂത്രണം ചെയ്തവരുടെ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ പണം തിരിച്ചെടുക്കാൻ മാത്രം കഴിഞ്ഞില്ല. കാരണം ഹേമേന്ദ്രൻ്റെ കൈവശം പണം ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കിട്ടുന്ന പണം അപ്പോൾ തന്നെ ദൂർത്തടിക്കുകയും അല്ലെങ്കിൽ വനിതാ സുഹൃത്തുക്കൾക്കൊക്കെയായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെയാണ് ഈ പണം വിനിയോഗിച്ചത്. അതുകൊണ്ട് തടവിൽ കഴിഞ്ഞപ്പോഴും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും പണം മടക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഹേമേന്ദ്രൻ മാറുകയും ചെയ്തിരുന്നു. എന്തായാലും അക്കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞ് വളരെ ആസൂത്രിതമായാണ് തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ പിന്നീട് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല. ക്രൂരമായ മർദ്ദനത്തിനിടയ്ക്ക് ഹേമേന്ദ്രൻ മരിക്കുന്നു. പിന്നീട് ആ മൃതശരീരം എവിടെയെങ്കിലും ആരും അറിയാത്ത രീതിയിൽ കൊണ്ട് മാറ്റുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന ഒരു രീതി മാത്രമാണ്. അതിനാണ് കാട്ടിനുള്ളിലെ സ്ഥലം തിരഞ്ഞെടുത്തത്. അവിടേക്ക് മറ്റാളുകൾ ചെല്ലില്ല എന്ന ഒരു കണക്കൂട്ടലാണുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നതാണ്. ഈ കാണാതായ മാർച്ചിൽ തന്നെ പരാതി ലഭിച്ചെങ്കിലും അതിന്മേൽ കാര്യമായൊരു അന്വേഷണം പുരോഗമിച്ചില്ല. പിന്നീട് ഏപ്രിലിൽ സംബന്ധിച്ച മാർച്ചിൽ കാണാതായിട്ട് ഏപ്രിൽ ഒരു പകുതിയോടുകൂടി തന്നെ കുടുംബം പരാതിയുമായി വരുന്നു, മകൾ പരാതിയുമായി വരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഈ നൗഷാദ് അടക്കമുള്ളവരെ അന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. അവർ പക്ഷേ ഒന്നും അറിയില്ല അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ നശിപ്പിച്ചതുകൊണ്ട് തന്നെ ഒരിക്കലും തങ്ങളിലേക്ക് ഈ കുറ്റവാളി എന്ന ലേബൽ എത്തില്ല എന്നൊക്കെ വിചാരിച്ചാണ് അവർ ഇരുന്നത്. പക്ഷേ ആ നീക്കങ്ങളൊക്കെ പൊളിഞ്ഞു. ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ അറസ്റ്റിലായി. ഇനി മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കൂടുതൽ ആളുകൾ ഈ കൃത്യത്തിലുണ്ടോ എന്ന് സംബന്ധിച്ച് കൃത്യമായ പരിശോധനയും നടക്കും. യെസ്, വ്യക്തമാണ്. വയനാട് സ്വദേശി ഹേമചന്ദ്രൻ്റെ കൊലപാതകത്തിലാണ് പോലീസ് മുഖ്യപ്രതി നൗഷാദിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. എറണാകുളം കുറുമശ്ശേരിയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കുറുമശ്ശേരി സ്വദേശി മധുമോഹനാണ് ജീവനൊടുക്കിയത്. കേരള ബാങ്കിൽ 37 ലക്ഷത്തിന്റെ ലോൺ കുടിശ്ശികയാണ് മധുവിനുണ്ടായിരുന്നത്. ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചതിന് പിന്നാലെയാണ് മധു ആത്മഹത്യ ചെയ്തത്. ബാധ്യത തീർക്കാൻ വീട് വിൽപ്പനയ്ക്കായി സാവകാശം തേടിയിരുന്നുവെങ്കിലും കേരള ബാങ്ക് അനുവദിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇപ്പോൾ പ്രത്യേകിച്ച് കേരള ബാങ്ക് പല ഇടങ്ങളിലും ഈ ബാങ്ക് ലോൺ കുടിശ്ശിക വരുത്തിയവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്, ജപ്തി നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട് പല വീടുകൾക്ക് മുന്നിലും. പക്ഷെ ഇവിടെ ഈ എറണാകുളം കുറുമശ്ശേരി സ്വദേശി മധുമോഹന് 37 ലക്ഷത്തിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു, കുടിശ്ശിക ഉണ്ടായിരുന്നു. സാവകാശം ബാങ്ക് അധികൃതർ നൽകിയില്ല, അതേ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണോ കുടുംബത്തിൻ്റെ ആരോപണം? ടോം, 2015 കേരള ബാങ്കിലെ കുറുമശ്ശേരി ബ്രാഞ്ചിൽ നിന്നും മധു 21 ലക്ഷം രൂപ ലോൺ എടുത്തത്. അത് വീട് വെക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായിരുന്നു. ആ സമയത്ത് മധു വിദേശത്തായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. പിന്നീട് കോവിഡ് വന്നതിനെ തുടർന്ന് വിദേശത്തെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി. അതുവരെ കൃത്യമായി അടവ് കൊടുക്കുന്നുണ്ടായിരുന്നു. 2018 മുതലാണ് പിന്നീട് അടവ് മുടങ്ങുകയും പിന്നീട് അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്ന് 37 ലക്ഷം രൂപയിലേക്ക് ഉള്ള വലിയൊരു ബാധ്യതയിലേക്ക് മധു എത്തുകയും ചെയ്തത്. നാട്ടിലെത്തിയതിനു ശേഷം ഡ്രൈവറായും പിന്നീട് ഈ ഓൺലൈൻ പാഴ്സൽ നൽകുന്ന ജോലിയും ഒക്കെ ചെയ്തു വരികയായിരുന്നു മധു. അതിനിടയിലാണ് ഈ കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്ന് ജപ്തി നോട്ടീസ് വീട്ടിൽ കേരള ബാങ്ക് ഉദ്യോഗസ്ഥരെത്തി പതിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ തന്നെ മധു പറഞ്ഞിരുന്നു ഒരു 15 ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടു. കാരണം ഈ വീട് വിറ്റ് ആ കാശ് ബാങ്കിൽ തിരിച്ചടയ്ക്കാമെന്നൊരു നിർദ്ദേശം ആവശ്യപ്പെട്ടു, ഒരു സാവകാശം ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും ബാങ്ക് അധികൃതർ അത് കേട്ടില്ല. തുടർന്ന് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മടങ്ങുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ആ വീട് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ എത്തി തുടങ്ങിയിരുന്നു. പക്ഷെ ഒരു 15 ദിവസം പണം കിട്ടുന്നതിന് വേണ്ടി ഒരു 15 ദിവസത്തെ സാവകാശം ആണ് മധു ആവശ്യപ്പെട്ടത്. ആ സമയത്ത് ഇത് കൊടുക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിൽ കൂടിയാണ് മധു ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്.
പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ബാങ്കിലെ ജപ്തി മാത്രമായിരിക്കില്ല മധുവിന്റെ മരണത്തിന് കാരണം. മറ്റു ചില കാര്യങ്ങൾ, കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു, ഒപ്പം ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം മധുവിന്റെ ആത്മഹത്യക്ക് കാരണമായി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷെ കുടുംബം ആരോപിക്കുന്നത് ഈ ബാങ്ക് ജപ്തി തന്നെയാണ് മധുവിന് വലിയ വിഷമമുണ്ടാക്കിയത്. സാധാരണ പോലെ ഇന്നലെ രാവിലെയും ജോലിക്ക് പോയ വ്യക്തിയായിരുന്നു. ഈ ബാങ്ക് ജപ്തിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പലരോടും കടം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ ഇതൊന്നും തരപ്പെട്ട് വരാത്തതിനെ തുടർന്നാണ് വൈകിട്ടോടുകൂടിയും മധുവിനെ കാണാത്തതിനെ തുടർന്ന് ഓഫീസിൽ നിന്നും ഫോൺ വിളിക്കുകയും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആണ് മധുവിനെ ഫോൺ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ മധു വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം കരുതിയിരുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വീട്ടിന്റെ മുറിയിൽ തൂങ്ങി മരിച്ചത്. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം, ബാങ്കിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ടോ? എന്താണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം? ബാങ്ക് അധികൃതർ ഇതുവരേക്കും അതിലൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ അവധി ദിവസം കൂടി ആയതിനാൽ, പണിമുടക്കായതിനാൽ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. എന്നാലും വരും ദിവസങ്ങൾ, നാളെയൊക്കെ ബാങ്കിന്റെ ഒരു വിശദീകരണം തേടേണ്ടതുണ്ട്. ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അറിയിക്കുന്നത്. കുടുംബത്തിന് വലിയ പ്രതിഷേധമുണ്ട്. 15 ദിവസത്തെ സാവകാശം ചോദിച്ചിരുന്നു. അത് നൽകിയിരുന്നെങ്കിൽ ഈ മധുവിന്റെ ജീവൻ നഷ്ടമാകില്ല എന്ന് തന്നെയാണ് മധുവിന്റെ മക്കളും ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത്. എത്രയേറെ വിഷമം ഉണ്ടായിരുന്നു. പണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ സാവകാശം നൽകിയിരുന്നെങ്കിൽ തീർച്ചയായും ഈ പണം എല്ലാം തിരിച്ചു നൽകുമായിരുന്നു. ഈ വീട്, ഈ ലോൺ എടുത്താണ് വീട് വെച്ചത്. ആ വീട് തന്നെ വിറ്റ് ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷെ അതും നടന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. മധു ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോലീസ് എന്തായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോർട്ട് ലൈവിൽ ഇനിയൊരു ഇടവേള. സ്പോർട്ട് ലൈവ് തുടരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരുമാറ്റ വിവാദത്തിൽ ചോദ്യങ്ങളുമായി കോടതി. സിനിമയുടെ പേര് കലാകാരന്റെ സ്വാതന്ത്ര്യമല്ലേ എന്നും പേരുമാറ്റൽ പ്രേക്ഷകരെ വഞ്ചിക്കലല്ലേ എന്നും കോടതി ചോദിച്ചു. കോർട്ട് വിസ്താരത്തിലെ ജാനകി മ്യൂട്ട് ചെയ്യാമെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. വിവാദം സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന് സെൻസർ ബോർഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ചില സീനുകൾ മ്യൂട്ട് ചെയ്യണമെന്ന സെൻസർ ബോർഡിൻ്റെ ആവശ്യം നിർമ്മാതാക്കൾ അംഗീകരിക്കുന്നു. വിവാദം സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന് സെൻസർ ബോർഡും നിലപാട് വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ, ഈ കേസിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം വിസ്താര സമയത്ത് തന്നെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായ സജഷൻ അതാണ്. അതായത് നേരത്തെ തന്നെ സെൻസർ ബോർഡ് ഇത്തരത്തിലൊരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു. 96 കട്ടാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അതുമായി സമവായത്തിൽ എത്തുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് സെൻസർ ബോർഡ് എത്തിയത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ കോർട്ടിലെ ഒരു ഭാഗം മ്യൂട്ട് ചെയ്യണം, പേര് മാറ്റം വരുത്തണം. അതായത് ജാനകി വി എന്ന് തിരുത്തണം. ജാനകി വിദ്യാധരൻ എന്ന പേര് ജാനകി വി എന്നാക്കണം. അതുപോലെ അല്ലെങ്കിൽ വി ജാനകി എന്ന് തിരുത്തണമെന്ന് പറഞ്ഞു. ഇവിടെ ബാക്കിയാകുന്ന ഒരു ചോദ്യം, ഈ വിദ്യാധരൻ എന്ന പേരിനാണോ ജാനകിക്കാണോ പ്രശ്നമെന്നുള്ള ചോദ്യം കൂടി ഈ ഭാഗത്ത് ആ സമയത്ത് സംശയമുണ്ടാക്കുന്നുണ്ട്. കാരണം ജാനകിക്ക് വേണ്ടിയാണ്, ജാനകി എന്ന പേരിന് വേണ്ടിയാണ് സെൻസർ ബോർഡ് ഇത്രയധികം കടുംപിടുത്തം പിടിച്ചത്. സെൻസർ ബോർഡ് തന്നെ വിചിത്രവാദവുമായി ആ സമയത്ത് മുന്നോട്ട് വന്നതാണ്. അതായത് ക്രോസ് വിസ്താരത്തിനിടെ അന്യമതസ്ഥനായ ആളാണ് ജാനകിയെ വിസ്തരിക്കുന്നത്. അത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് ഇടയാക്കുമെന്ന് പറയുന്ന വിചിത്രവാദമായിരുന്നു ആ സമയത്ത് സെൻസർ ബോർഡ് കോടതിയിൽ ഉന്നയിച്ചത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ജാനകി വി എന്നുള്ള പേരിൽ, വിദ്യാധരൻ എന്നുള്ള പേരിനാണോ പ്രശ്നം അതോ ജാനകിക്കാണോ എന്നുള്ള പ്രശ്നം എന്ന് വ്യക്തമാകാത്ത തരത്തിലാണ് സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ കോടതിയിൽ പേരുമാറ്റത്തിനുള്ള സജഷൻ വെച്ചത്. ഇപ്പോഴും കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ ജാനകി സീതയെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, ഈ ഇത്രയധികം സിനിമ എത്തിയ സാഹചര്യത്തിൽ സിനിമയുടെ പേര് JSK എന്നാണ്. പേര് മാറ്റാവുന്ന കാര്യം പരിഗണിക്കാനാകില്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാഹചര്യം. അതാണ്. അതേസമയം കോടതി മുറിയിലെ രംഗങ്ങളിൽ മ്യൂട്ട് വരുത്താം എന്ന് പറയുന്നുണ്ട്. അതേ ഒരു സാഹചര്യത്തിൽ തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നല്ല, സിനിമയുടെ പേര് JSK എന്നാണ്. സബ് ടൈറ്റിലുകളിൽ മാറ്റം വരുത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തിൽ
അവസാന ഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് നിർമ്മാതാക്കൾക്ക് പ്രശ്നമുണ്ടാക്കും, സാമ്പത്തിക പ്രശ്നമുണ്ടാക്കും എന്നുള്ള സാഹചര്യം കൂടി നിർമ്മാതാക്കൾ കോടതിയിൽ പറഞ്ഞപ്പോൾ വാദിഭാഗം അഭിഭാഷകൻ ശരിക്കും സെൻസർ ബോർഡ് അഭിഭാഷകൻ പറഞ്ഞത് അത് ലാസ്റ്റ് മൊമെന്റ് പേരുകൾ മാറ്റിയിട്ടുള്ള നിരവധി സിനിമകളുണ്ട്. പത്മാവത് അങ്ങേയറ്റം വിവാദമായ സിനിമയായിരുന്നു. പത്മാവതി എന്നുള്ള പേര് പത്മാവത് നാക്കുന്ന ഒരു അവസാന ഘട്ടത്തിൽ തന്നെയായിരുന്നു അത്തരം നീക്കങ്ങൾ ഉണ്ടായത്. അതേസമയം നമുക്കിവിടെ പട്ടാളം ജാനകി ഗാനെ തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പേരുകളൊന്നും ഈ പറയുന്ന സീതാദേവി ബാധിച്ചില്ലല്ലോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. വളരെ സർക്കാസ്റ്റിക് ആയിട്ട് തന്നെയാണ് ജഡ്ജ് ഈ കാര്യം കൺസിഡർ ചെയ്തതെന്ന് വേണം. എന്തായാലും 3 മണിക്ക് വീണ്ടും പരിഗണിക്കാൻ നീക്കിവെച്ചിട്ടുണ്ട്. 3 മണിക്ക് വീണ്ടും കേസ് പരിഗണിക്കും. അപ്പോൾ ടോം പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ സമവായത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവാദങ്ങളും അവസാനിക്കും. അതല്ല പേരുമാറ്റം എന്നുള്ള കാര്യത്തിൽ സെൻസർ ബോർഡ് നിർബന്ധപൂർണമായ ഒരു നീക്കമാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് വിവാദം. സെൻസർ ബോർഡ് ഈ സിനിമ കണ്ട ശേഷം കമ്മിറ്റി സിനിമ കണ്ട ശേഷം പറഞ്ഞത് ഏകദേശം 90ഓളം ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് പറയുന്നുണ്ട്. ഇത് മാറ്റണം, സിനിമയുടെ ഈ ചിത്രത്തിൻ്റെ പേര് മാറ്റണം. പക്ഷേ ആ ഒരു കടുംപിടുത്തത്തിൽ നിന്നും ആ ഒരു തീരുമാനത്തിൽ നിന്നും സെൻസർ ബോർഡ് അല്പം അയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും കോടതി രംഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യണം. അതിന് നിർമ്മാതാക്കൾ നിലവിൽ സമ്മതം മൂളിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ആ ചില രംഗങ്ങളിലെ പേരുകൾ മ്യൂട്ട് ചെയ്താൽ ഈ സിനിമയ്ക്ക് അതിൻ്റെ റിലീസിങ്ങിന് അനുമതി നൽകുന്നൊരു തീരുമാനത്തിലേക്ക് സെൻസർ ബോർഡും കടക്കും. ടോം സൂചിപ്പിച്ചതുപോലെ 96 കട്ടായിരുന്നു ആദ്യം സെൻസർ ബോർഡ് സജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 3 കട്ടുകളിലേക്ക് അല്ലെങ്കിൽ 3 മാറ്റങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ആ ഒരു സാഹചര്യം തന്നെ അങ്ങേറ്റം സെൻസർ ബോർഡ് ഇതുമായി സമവായപ്പെടാൻ തയ്യാറാണോ എന്ന് കാണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെ കോടതി മുറിയിൽ കണ്ടത്. അതേസമയം ഈ സീത എന്നുള്ള പേരുമായി മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ജാനകി എന്നുള്ള പേര് എന്നുള്ള ഒരു സജഷനായിരുന്നു, എന്നുള്ള നിർബന്ധമായിരുന്നു സെൻസർ ബോർഡ് കോടതിയിൽ കണ്ടത്. സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ കോടതിയിൽ അത്തരത്തിലായിരുന്നു വാദിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും ഈ പേര് വിവാദം ഇത്തരത്തിൽ ജാനകി വി എന്ന് മാറ്റുമ്പോഴും ജാനകി എന്ന പേര് സീതയുടെ പേരാണ്, അത് ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്നുള്ള ഒരു സാഹചര്യമായിരുന്നു നേരത്തെയും സെൻസർ ബോർഡ് കോടതിക്ക് മുന്നേ വെച്ചത്. പക്ഷേ ജാനകി വി എന്നുള്ള പേരിലേക്ക് മാറ്റുമ്പോൾ ജാനകി മാറുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ജാനകി വിദ്യാധരൻ എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജാനകി വിദ്യാധരൻ എന്നുള്ളത് ഒന്നുകിൽ ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്ന് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് നിർമ്മാതാക്കൾ പേരുമാറ്റവുമായി ഒത്തുപോകാൻ അല്ലെ പേരുമാറ്റവുമായി സഹകരിച്ചു പോകാൻ തയ്യാറല്ല എന്ന് തന്നെ കോടതി അറിയിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് തരത്തിലാണ് ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് JSK എന്ന സിനിമയുടെ പേര് അല്ലെങ്കിൽ ജാനകി എന്ന പേര് എന്നുള്ള കാര്യം കൃത്യമായി കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ഇതുവരെ സെൻസർ ബോർഡ് കഴിഞ്ഞിട്ടില്ല. അതിന് കൃത്യമായി മറുപടി നൽകാൻ സെൻസർ ബോർഡ് കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച കോടതി സിനിമ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോഴും ഇതിലെന്താണ് കോടതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജാനകി എന്നുള്ള പേര് സീതയുടെ പേരായതും അതെങ്ങനെയാണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. അതിൽ കൃത്യമായ ക്ലാരിറ്റി വരുത്താൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം വിചിത്രമായ വാദങ്ങളാണ് കോടതി മുറിയിൽ ഉന്നയിച്ചത് സെൻസർ ബോർഡ്. അത് ശരിക്കും വിചിത്രവാദമായി തന്നെ വേണം കണക്കാക്കാൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ പേര് അതായത് അന്യമതസ്ഥനായ ഒരാളാണ് ജാനകിയെ വിസ്തരിക്കുന്നത്. അത് ഹൈന്ദവ മറ്റു മതവിഭാഗങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണമാണ് കോടതിയിൽ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു സിനിമയുടെ റിലീസിംഗ് വൈകുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഈ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച്. ഇന്ന് കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ വിധി ഉണ്ടായാൽ ഉടൻ തന്നെ, അതായത് ചില ഭാഗങ്ങൾ 2-3 ഭാഗങ്ങൾ മാത്രമാണ് മ്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അത്തരമൊരു എഡിറ്റിംഗ് വരുത്തിയ ശേഷം അടുത്ത ആഴ്ച തന്നെ ചിത്രത്തിൻ്റെ റിലീസിംഗ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കാരണം ഇതിനുള്ള ഒരു
സാഹചര്യം എന്ന് പറയുന്നത് ഈ തടസ്സങ്ങൾ മാത്രമായിരുന്നു, നിയമപരമായ തടസ്സങ്ങളായിരുന്നു. ആ തടസ്സങ്ങൾ മാറ്റിയാൽ ഉടൻ തന്നെ കോടതിയിൽ നിന്നും അത് തിയേറ്ററിലേക്ക് സിനിമ എത്താനുള്ള അനുമതി കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന അതായത് പേര് മാറ്റുന്നതുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിന് വിധി വരിക എന്നുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ മറ്റ് സിനിമകൾ, അതായത് സിനിമയുടെ പേര് എന്ന് പറയുന്നത് കലാകാരന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് കോടതി എടുത്ത് ചോദിക്കുന്നുണ്ട്. നേരത്തെയും ഒരു സിനിമയുടെ ത്രെഡ്, അതിൽ സിനിമയുടെ കലാമൂല്യമൊക്കെ തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്ന കോടതി മുന്നോട്ട് വെച്ചിരുന്ന സാഹചര്യത്തിൽ മറ്റു സിനിമകളെ കൂടി, ഇനി വരാനുള്ള സിനിമകളെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാധിക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തും ഒന്നും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത്തരത്തിലൊരു വിധിയിലേക്ക് തന്നെ ആയിരിക്കും ഒരുപക്ഷെ കോടതി പോവുക. കാരണം കോടതി നമ്മൾ കേട്ടതാണ്, ഇത്ര നേരമുണ്ടായിരുന്ന വിസ്താരത്തിൽ വീണ്ടും കോടതി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ജാനകി എന്നുള്ള പേര് എങ്ങനെയാണ് സീതയെ ബാധിക്കുന്നത്? ജാനകി ഒരു സാഹചര്യത്തിലും സീതയെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ, എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ കോടതി ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ കലാമൂല്യവും സിനിമയുടെ കലാപ്രവർത്തനവും ഒക്കെ ബന്ധപ്പെടുത്തി തന്നെ ആയിരിക്കും ഈ വിധി ഉണ്ടാവുക. സിനിമയുടെ പേര് കലാകാരന്റെ അവകാശമല്ലേ എന്ന് കോടതി, സ്വാതന്ത്ര്യമല്ലേ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ മറ്റു സിനിമകൾ, അതായത് വരാനിരിക്കുന്ന സിനിമകൾ, അതായത് ഇന്ത്യയിലെ തന്നെ 80% ആൾക്കാരുടെയും പേര്, അതെല്ലാ പദവിഭാഗത്തിലുള്ള ആളുകളുടെയും പേര് ഈ ദൈവങ്ങളുമായോ അതല്ലെങ്കിൽ മതവുമായോ ബന്ധപ്പെട്ട തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേരും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയില്ലേ എന്ന് കോടതി ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി നൽകാൻ സെൻസർ ബോർഡ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ വാദത്തിൽ പോലും സെൻസർ ബോർഡ് അങ്ങേയറ്റം വിചിത്രമായ വാദമാണ് മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ബന്ദായി മാറിയതോടെ വലഞ്ഞ ജനങ്ങൾ. കടകൾ തുറക്കുകയോ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുകയോ ചെയ്യുന്നില്ല. KSRTC പണിമുടക്കില്ലെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനവും വെറും വാക്കായി. ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. പലയിടത്തും സമരാനുകൂലികൾ ബസ് തടയുകയും ചെയ്തു. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. ട്രാൻസ്പോർട്ട് ബസ് നിലവിൽ കുറേ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഷ്കം തൂങ്ങിക്കിടന്നാണ് ഈ ഇവിടം വരെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ വയറ്റില വരെ എത്തിയത്. അപകടമാകുന്ന രീതിയിൽ തന്നെ തൂങ്ങിക്കിടന്നുകൊണ്ടാണ് വന്നത്. കുട്ടികളടക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ. ഞാനിപ്പോൾ കളമശ്ശേരി നിന്നാണ് വന്നത്. കളമശ്ശേരി നിന്ന് വന്ന ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് മെട്രോയ്ക്ക് അറിയാം, സാധാരണ ബസ്സിനാണ് ആശ്രയിക്കാൻ കിട്ടുന്നത്. ബുദ്ധിമുട്ട് എല്ലാതും ബസ്സിനാണ്. അല്ല, ബുദ്ധിമുട്ട് ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഇന്നിപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതലായിട്ടുള്ള ഒരു സ്ഥലം കല്ലൂർ എന്ന് പറയുന്നത്. ഞാനും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ട്രെയിനിൽ വരുന്നവരുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനും അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കുറേ പേര് ഈ പഠിക്കാനും മറ്റ് ജോലികൾക്കും IT ഫീൽഡ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ആയിരിക്കും. അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഡീസലിന് ഇതിനൊക്കെ വില കൂടി വരണം. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് വരണോണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് നല്ലൊരു തീരുമാനം, രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാണ്ടുള്ള രീതിയിലുള്ളൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കൊല്ലത്തും കാട്ടാക്കടയിലും KSRTC കണ്ടക്ടർമാർക്ക് മർദ്ദനമേറ്റു. ഹെൽമറ്റ് ധരിച്ചാണ് പത്തനംതിട്ട ഡിപ്പോയിലെ ഡ്രൈവർ ഷിബു തോമസ് ബസ് ഓടിക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് സമരാനുകൂലികൾ ബാങ്ക് അടപ്പിച്ചു. കൊല്ലം പത്തനാപുരത്ത് ഔഷധിയുടെ മരുന്ന് വിതരണ ഗോഡൌൺ പൂട്ടിച്ചു. പിന്നെ റിസർവേഷൻ ഉണ്ടായിരുന്നു. 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്ത് തന്നെ ഉള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയോ? ഡ്രൈവറെ ഒന്ന് വരട്ടി അതാക്കി ആൾ മാറിപ്പോയി നിൽക്കുകയാണ്. ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ KSRTC ബാധിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്. നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്തത് പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ആർമിയുടെ വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പണിമുടക്ക് അനുകൂലികളും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്.
പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകുമെന്നും ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്നുമായിരുന്നു ഇടതുമുന്നണി കൺവീനറും CITU സംസ്ഥാന പ്രസിഡന്റുമായ TP രാമകൃഷ്ണന്റെ പ്രതികരണം. കഴിഞ്ഞ 5 മാസക്കാലമായി ഈ പണിമുടക്കിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണിമുടക്കിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സഹകരിക്കുക. ഈ പണിമുടക്കിന്റെ പ്രത്യേകത, കൃഷിക്കാരും ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ടുണ്ട്, കർഷക തൊഴിലാളികളും, എല്ലാ മേഖലയുള്ളവരുണ്ട്. 5 മാസക്കാലത്തെ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കും. അന്ന് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പുറത്തിറങ്ങി, ഇതിപ്പോൾ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങി, ഇന്ന് അർദ്ധരാത്രി ഒരു ദിവസം എല്ലാവരും സഹകരിക്കും. ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ, പണിമുടക്കിനെ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ രംഗത്ത് വരും. സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ ഇക്കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങളുണ്ടാവും, അത്രയും ഉണ്ടായിക്കില്ല. വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലുള്ള ഒരു ദേശീയ പണിമുടക്ക് നടക്കുന്നത്. പൊതുവേ ആളുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ ഈ പണിമുടക്ക് ഒരു അക്രമാസക്തമാകുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു. KSRTC ബസ് ഓടുമെന്ന് പറഞ്ഞിട്ടും KSRTC ബസ് ഓടാത്ത സാഹചര്യം, ജനങ്ങൾ വലിയ രീതിയിൽ വലഞ്ഞ, അതായത് ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയൊരു പണിമുടക്ക്. എന്തായിരുന്നു സംസ്ഥാനത്തൊരു പൊതുചിത്രം? തീർച്ചയായും ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ജനജീവിതം മൊത്തം സംസ്ഥാനത്തൊട്ടാകെ സ്തംഭിച്ചൊരവസ്ഥയാണ്. അതായത് സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ KSRTC കാര്യമായ സർവീസുകൾ ഒന്നും നടത്തുന്നില്ല. തിരുവനന്തപുരത്തെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്പാനിൽ നിന്നും ദീർഘദൂര ബസ്സുകളോ മറ്റുമൊന്നും പുറപ്പെടുന്നില്ല. ചെറിയ ബസ്സുകൾ റൂട്ടുകളിലേക്ക് മാത്രമേ ബസ് സർവീസുകളുള്ളൂ. അതും ചില ബസ്സുകൾ ഈ സമരാനുകൂലികൾ തടയുന്നൊരു സാഹചര്യമുണ്ട്. ചില ബസ്സുകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിടുകയും ഒപ്പം തന്നെ കണ്ടക്ടറെയും ബസ് ഡ്രൈവറെയും അസഭ്യം വിളിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. കാട്ടാക്കടയിൽ കണ്ടക്ടർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലൊരു ആർമി വാഹനം തടഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആർമി വാഹനം തടഞ്ഞത് പോലീസ് ഇടപെട്ട് സമരക്കാരെ നീക്കുന്നതിനിടയിൽ സമരക്കാരുമായി പോലീസ് ഉന്തും തള്ളും ഉണ്ടായി. അതിനുശേഷം ആർമിക്കാരെ അവിടെ നിന്ന് മാറ്റി പറഞ്ഞു വിടുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം റോഡ് ഉപരോധിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഈ തിരുവനന്തപുരത്തെ പശ്ചാത്തലം ചെറിയ ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ജനജീവിതത്തെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പണിമുടക്കിൽ റെയിൽവേ യാത്രയെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. KSRTC സർവീസുകൾ നടത്തുമെന്ന് മന്ത്രിയുടെ ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷേ ഈ ഒരു ഡ്യൂട്ടിക്ക് എത്തിയ KSRTC ജീവനക്കാർക്ക് പോലും ഡിപ്പോയിൽ നിന്നും ബസ് എടുത്ത് പോകാനുള്ള സാഹചര്യമില്ല. മാത്രമല്ല, ഈ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ തടയുന്നില്ല. മറ്റ് ഈ അത്യാവശ്യ സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജനജീവിതം, അതായത് പെട്ടെന്നുള്ള യാത്രകൾക്ക് ആയി പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു തിരുവനന്തപുരത്ത് തന്നെ സ്കൂൾ ജോലിക്കായി എത്തിയ അതായത് സ്കൂൾ മാഷെ ആക്രമിച്ചു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പൊന്മുടിയിലേക്കുള്ള ഒരു ട്രിപ്പാണ് ഈ KSRTC ഡ്രൈവറെയും ഒപ്പം തന്നെ കണ്ടക്ടറെയും സമരാനുകൂലികൾ മർദ്ദിക്കുകയും ഒപ്പം തന്നെ യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ വെള്ളറടയിലും ഇത്തരത്തിൽ ബസ് തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ ഒരു KSRTC ഡ്രൈവറെ ബസ് തടഞ്ഞു വെച്ച് അസഭ്യവർഷം മുഴക്കിയതിനെ തുടർന്ന് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കണ്ടക്ടറെയും ഡ്രൈവറെയും ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവമുണ്ട്. വ്യാപകമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. കടകൾ അടപ്പിക്കുന്നുണ്ട്. ഒരു പരിധിവരെ തിരുവനന്തപുരത്തെ പശ്ചാത്തലം ജനങ്ങൾ ഇതുമായി സഹകരിക്കുന്നുണ്ട്. കാരണം കടകമ്പോളങ്ങൾ യാതൊന്നും നഗരമധ്യത്തിലും മറ്റുമൊന്നും തുറന്നിട്ടില്ല. ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ജീവനക്കാർ മാത്രമായിരുന്നു പകൽ സമയങ്ങളിൽ, അത് 10 മണി സമയത്തൊക്കെ സ്വകാര്യ വാഹനങ്ങളിൽ എത്തിയിരുന്നത്. സെക്രട്ടേറിയറ്റിലെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 92% പേർ ജോലിക്ക് എത്തിയിട്ടില്ല എന്നാണ് നിലവിലെ കണക്ക്. വെറും 8% പേർ മാത്രമാണ് സെക്രട്ടേറിയറ്റിലടക്കം എത്തിയത്. അതായത് സർക്കാർ ജീവനക്കാരടക്കം ഈ ഒരു പൊതു പണിമുടക്കിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പം തന്നെ ഉണ്ട്. സർക്കാർ ഇതിന് ഡയസ്നോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ജീവനക്കാരടക്കം കൃത്യമായി ഇതിൽ പങ്കെടുക്കുന്നു. സാരംഗ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പണിമുടക്കാനുള്ള അല്ലെങ്കിൽ സമരം ചെയ്യാനുള്ള, പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ ഇവിടെ ഇടതുമുന്നണി കൺവീനർ പറഞ്ഞത് പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകും. ഇത് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ തൊഴിലെടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളോടുള്ള വെല്ലുവിളി കൂടിയല്ലേ?
തീർച്ചയായും. കാരണം ഓരോ സാധാരണക്കാരൻ്റെയും പശ്ചാത്തലം അവർ മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഒരു ദിവസത്തെ ജോലി മുടങ്ങുകയാണെന്നുണ്ടെങ്കിലും പട്ടിണി കിടക്കുന്ന ജനങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ജനദ്രോഹപരമായ രീതിയിലേക്ക് ഇത്തരത്തിലൊരു പൊതുപണിമുടക്കിന് ചെറിയൊരു സ്വഭാവം വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പരാമർശമാണ് നമ്മളിപ്പോൾ കേട്ടത് തന്നെ. മാത്രമല്ല, പല ജനങ്ങളും കടന്നു പോകുന്ന പശ്ചാത്തലം നമുക്കറിയില്ല. പല ആശുപത്രി കാര്യങ്ങൾക്കും മറ്റും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കാൻ കഴിയാത്തവരും അടക്കമുണ്ട് നമ്മൾ ചുറ്റും. അത്തരത്തിലുള്ള ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് ഈ സമരത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിന് സമ്മതിക്കില്ല. തൊഴിൽ 5 മാസം മുൻപേ അടക്കം പ്രഖ്യാപിച്ചൊരു സമരമാണ്. അതിന് അനുകൂലിച്ച് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം സമരം പ്രഖ്യാപിച്ചാൽ സമരത്തിനോട് അനുകൂലിച്ച് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലാണ്ട് അതിന് പ്രതികൂലിച്ച് ജോലി ചെയ്യാൻ പാടില്ല. മറ്റ് BMS അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഈ ഒരു സമരത്തെ പ്രതികൂലിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അത്തരം പ്രവർത്തകരെ പോലും KSRTC ജീവനക്കാരെ അടക്കം തടഞ്ഞു നിർത്തി ഞങ്ങൾ പ്രഖ്യാപിച്ച സമരത്തിന് പ്രതികൂലമായി നിന്നുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന തരത്തിലൊരു രീതിയിലേക്ക് പ്രവർത്തികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതൊരു ജനാധിപത്യ വിരുദ്ധതയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഒരു പരിധിവരെ ജനങ്ങൾ പേടിയോടുകൂടിയാണ് ഇതിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ഇത്തരം സംഘർഷങ്ങളും മറ്റും ഒഴിവാക്കാനായി, അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കാനായിട്ട് ജനങ്ങൾ തന്നെ ഈ തരത്തിലുള്ള വാഗ്വാദങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. അത്തരത്തിലൊരു പശ്ചാത്തലം സംസ്ഥാനത്തിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും അതുതന്നെയാണ് സാരംഗ് സൂചിപ്പിച്ചതുപോലെ. ഒരു പക്ഷേ ഭയം കാരണം ഇതുപോലെ സമരാനുകൂലികൾ അക്രമ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ സമരത്തോട് അനുകൂലിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു ദിവസം ഒരവധിയാണല്ലോ, സമരമാണ്, വീട്ടിലിരിക്കാം എന്നൊരു ചിന്താഗതിയോടുകൂടി സമരത്തെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. എന്താണ് കൊച്ചിയിലെ സാഹചര്യം എന്ന് കൂടി പരിശോധിക്കാം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, വ്യവസായ നഗരമാണ്. പൊതുവെ ഒരു നിശ്ചലമായ സാഹചര്യമാണ് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തോട് പ്രതികരിക്കുന്നത്? എന്തായാലും കൊച്ചിയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവെ സമാധാനപരമായിട്ടുള്ള ഒരു പണിമുടക്ക് തന്നെയാണ് ഇവിടെയും ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ നഗരം സ്തംഭിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് വാഹനങ്ങൾ, അവരുടെ സ്വന്തം വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും കാറും ഒക്കെ ആയിട്ട് നിരത്തിലിറങ്ങുന്നുണ്ട്. കടകൾ അടച്ചു കിടക്കുകയാണ്. രാവിലെയൊക്കെ ചില കടകൾ തുറന്നുവെങ്കിലും സമരക്കാരെത്തി അത് അടപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. മെട്രോ സർവീസ് നടത്തുന്നുണ്ട്, യൂബർ സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടില്ല. യൂബർ ഓട്ടോയോ യൂബർ കാറും ഒക്കെ ബുക്ക് ചെയ്ത് പോകുന്ന സാഹചര്യം തന്നെയാണ്. പിന്നീട് ഇൻഫോ പാർക്കും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആളുകളൊക്കെ സ്വന്തം വാഹനത്തിൽ, അവിടെ ജീവനക്കാരൊക്കെ സ്വന്തം വാഹനത്തിൽ ഓഫീസിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ നോക്കിയാൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നീട് ഈ പ്രൈവറ്റ് ബസ്സുകളിൽ പോയി വരുന്നവർക്ക്, KSRTCയിലായാലും ബസ്സുകളിൽ ജോലിക്ക് പോയി വരുന്നവരാണ് ഇന്ന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നഗരത്തിൽ പൊതുവെ കടകൾ അടഞ്ഞു കിടക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് വലിയ തിരക്കുകളൊന്നും തന്നെ നഗരത്തിൽ ഇന്ന് അനുഭവപ്പെട്ടിട്ടില്ല. രാവിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ KSRTC ബസ് തടയുന്ന സാഹചര്യമുണ്ടായത്. കോഴിക്കോട്ടേക്ക് 5 മണിക്ക് പുറപ്പെടേണ്ട ബസ്സാണ്. അത് സമരക്കാർ തടഞ്ഞു നിർത്തി. BMS പ്രവർത്തകരായിരുന്നു ഈ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ. അവർക്ക് സർവീസ് നടത്തണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷേ യാത്രക്കാരും ഇല്ലാത്ത സാഹചര്യത്തിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് CITUവിന്റെ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് ബസ്സിന് മുന്നിൽ അവർ ഇരുന്ന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ സർവീസ് നടത്തുമെന്നായിരുന്നു ബസ് ഡ്രൈവർമാർ പറയുന്നത്. പിന്നീട് എന്തായാലും പോലീസ് പറഞ്ഞത് സ്റ്റേഷൻ മാസ്റ്ററുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ബസ് പുറപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന നിർദ്ദേശം പോലീസ് തന്നതോടുകൂടി പിന്നീട് ബസ് ഈ സ്റ്റാൻഡിൽ ഇടുക എന്നല്ലാതെ മറ്റ് നിവൃത്തികളൊന്നും ഡ്രൈവർമാർക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഇടത് സമര അനുകൂലികളുടെ ഒരു വലിയ സമരസമിതികളുടെ ഒരു വലിയ പ്രതിഷേധം ഇന്ന് മേനക ജംഗ്ഷനിൽ നിന്നും BSNL ഓഫീസിലേക്കുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത മുൻ ജില്ലാ സെക്രട്ടറി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് സമരമായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഒരു ദേശീയ പണിമുടക്കൂടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വല്ലാത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു അത്യാവശ്യ കാര്യത്തിന് സ്വകാര്യ വാഹനങ്ങളില്ലാത്തവർ, സ്വന്തമായ ഒരു വാഹനങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് ഈ പൊതുഗതാഗത സംവിധാനത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. എന്നാൽ തുടർച്ചയായ 2ാമത്തെ ദിവസവും ഈ രീതിയിൽ ഈ പണിമുടക്ക് കാരണം ദുരിതം നേരിട്ട ജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യത്തിന്, മറ്റാരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ട് നേരിടുന്നവർ, ദീർഘ യാത്രകൾ നടത്തേണ്ടവർ, അവർക്കൊക്കെ സംരക്ഷണം നൽകേണ്ട പോലീസ് പറയുന്നു
എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരക്കാർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ KSRTC ബസ്സുകൾക്ക് പോലും, അതായത് ദീർഘദൂര മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ടവർ, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടവർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാതെ അങ്ങനെ ദുരിതം അനുഭവിച്ച ആരുടെങ്കിലും ഒരു അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞോ? അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കൊച്ചിയിൽ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം രാവിലെ വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര സർവീസുകളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ആളുകളൊക്കെ കുറച്ച് പേർ അതിലൊക്കെ കയറി പോകുന്നു. പിന്നീട് നമ്മൾ ഈ ബസ് സ്റ്റാൻഡുകളിലോ ബസ് സ്റ്റോപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ആളുകൾ ആരും തന്നെ ഇല്ല. കാരണം ഒരുവിധം ആളുകൾക്ക് അറിയാം ഇന്ന് സമരമാണ്, ബസ് ഇല്ല എന്ന്. എങ്കിൽ പോലും KSRTC ബസ് ഉണ്ടാകുമെന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ KSRTC ബസ്സിൽ കിട്ടുകയാണെങ്കിൽ യാത്ര ചെയ്യാമെന്ന രീതിയിലേക്ക് ആളുകൾ എത്തിയെങ്കിൽ പോലും പിന്നീട് സമരം കടുപ്പിച്ചതോടെ അല്ലെങ്കിൽ ബസ്സുകളൊന്നും നിരത്തിൽ ഇറങ്ങില്ല എന്നറിഞ്ഞതോടുകൂടി ആളുകളൊക്കെ തിരിച്ചു പോകുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഇതറിയാതെ മറ്റ് ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ് പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. രാവിലെ ബംഗളൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വരികയും അവിടെ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ളവരൊക്കെ മൂന്നാറിലേക്ക് പോകുന്നതിനും കന്യാകുമാരിയിലേക്ക് പോകുന്നതിനും വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. പക്ഷെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. രാവിലെ 11 മണിക്ക് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. അവരൊന്നും വാഹനമില്ലാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് KSRTC സ്റ്റാൻഡിൽ. അവർ പിന്നീട് പ്രൈവറ്റ് വാഹനങ്ങൾ, ഈ പറയുന്ന പോലെ യൂബറോ അല്ലെങ്കിൽ ടാക്സിയോ ഒക്കെ വിളിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് ബസ്സിൽ വന്നിറങ്ങിയവരെയൊക്കെ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡുകളിൽ കണ്ടതാണ്. ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ആ രീതിയിലേക്ക് കൂടുതൽ ആളുകൾ സർവീസ് നടത്തുന്നതാണ് ഇപ്പോഴും കാണുന്നത്. അങ്ങനെ നഗരം സ്തംഭിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഈ ബസ് കൂടി ഈ സമരത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ആളുകൾ ഡെയിലി ബസ്സിൽ പോയി വരുന്നവരെ സംബന്ധിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്തത് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. മറ്റേ ഒരു ദിവസത്തെ അവധി എന്ന പോലെ വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം ഇരുന്ന് ആഘോഷിക്കാം അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാം എന്ന രീതിയിലേക്ക് ഈ സമരത്തിൽ മായിട്ട് നിരത്തിലിറങ്ങാതെ വീട്ടിലിരിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനും നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ബന്ദായി മാറിയതോടെ വലഞ്ഞത് ജനങ്ങളാണ്. കടകൾ തുറക്കുകയോ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുകയോ ചെയ്യുന്നില്ല. റിപ്പോർട്ടിലേക്ക് പൂർണ്ണമാകുന്നു. നമസ്കാരം.